പരമ്പരാഗതമായ മാപ്പിള സംഗീതത്തിൽ നിന്നും സർഗാത്മകതയെ ഉയർത്തിക്കാട്ടുന്ന പകരം വയ്ക്കാനില്ലാത്ത ഈ പാട്ടരങ്ങിൽ കുരുന്നു പ്രതിഭകൾ അതുല്യ വിസ്മയം തീർക്കുന്നു. ബേബി വിറ്റ കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ. കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 വിജയികളെ കാത്തിരിക്കുന്നു സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസസ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ഷബ്നത്ത, സജ്ലത്ത, ഫിറോസ്ക. ഇനി നമുക്ക് നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടീം ഓർക്കസ്ട്ര. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ പെർഫോമൻസുമായി വേദിയിലെത്തുന്നു നിത്യഹരിത ഗാനം റൗണ്ടിൽ ഇർഫാൻ. ഇർഫാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. അപ്പം സെമി ഫൈനൽസിന്റെ ആ ഒരു ആവേശത്തിലാണ്. എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ നിത്യഹരിത ഗാനം റൗണ്ടിൽ? കുഴപ്പമില്ലാണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മസ്ജിദുൽ ഹറം കാണാൻ ഉണരുന്ന ഫജ്ർ പോലെ വിസ്മയിതളിത്ത പൊരുള് പോലെ ഞാനിൻ തസ്ബീഹിൽ വിടരുന്നീ ഇരവിന്മേലെ. മസ്ജിദുൽ ഹറം കാണാൻ ഉണരുന്ന ഫജ്ർ പോലെ വിസ്മയിതളിത്ത പൊരുള് പോലെ ഞാനിൻ തസ്ബീഹിൽ വിടരുന്നീ ഇരവിന്മേലെ. കണ്ണിൽ ശതലക്ഷം ശതബിംബം തെളിയുന്നു അഹ്മദു റസൂലിന്റെ സമാൻ കാണുന്നു. കണ്ണിൽ ശതലക്ഷം ശതബിംബം തെളിയുന്നു അഹ്മദു റസൂലിന്റെ സമാൻ കാണുന്നു. റബ്ബിൻ അഹദിയ തടിവേരായി നിലനിൽക്കുന്നു.
ജ്വലിക്കും പൂക്കളം കണ്ട് ചുവപ്പോട് വെളുപ്പ് ചേർന്നഴക് കണ്ട് കൽബിൽ തുണയുള്ള സ്വഹാബത്തിൻ നിരകൾ കണ്ട് മസ്ജിദുൽ ഹറം കാണാൻ ഉണരുന്ന ഫജ്ർ പോലെ ബിസ്മിയിൽ ഇതളിത്ത പൊരുള് പോലെ ഞാനിൻ തസ്ബീഹിൽ വിടരുന്നീ ഇരവിൻ മേലേ മസ്ജിദുൽ ഹറം കാണാൻ ഉണരുന്ന ഫജ്ർ പോലെ ബിസ്മിയിൽ ഇതളിത്ത പൊരുള് പോലെ ഞാനിൻ തസ്ബീഹിൽ വിടരുന്നീ ഇരവിൻ മേലേ. ഇർഫാൻ എങ്ങനെയുണ്ടായിരുന്നു പാടിക്കഴിഞ്ഞപ്പോൾ? നന്നായി പാടാൻ പറ്റി. കമൻസ് ചോദിക്കാം. ഷബ്നത്ത. ഇർഫാൻ കിങ് ഓഫ് മോഡുലേഷൻസ്, പ്രിൻസ് ഓഫ് തിങ്സ്. നിന്നെ ഇനി ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നുണ്ടോ പുറത്ത്? കിട്ടിയോ? സ്കൂളിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ലോകം മൊത്തം ഇനി ഇർഫാനെ അങ്ങനെ വിളിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട്. അസാധ്യമായിട്ട് പാടി, അസാധ്യമായിട്ട് പാടി മോനെ. ആര് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാര്യം അത്രത്തോളം ഒരു ഫീലുള്ള പാട്ടാണ് അത്. ആ ഒരു ഫീലിൽ എത്രമാത്രം ഇർഫാൻ ഇൻവോൾവ്ഡ് ആയിരുന്നു ആ സോങ്ങിൽ എന്നുള്ളത് ഇർഫാൻ നിന്ന് പാടുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്ര സീരിയസ് ആയിട്ട് പ്രൊഫഷണൽ ടച്ചായിരുന്നു ആ ഫുൾ സോങ്ങിന്. ആകെ കൂടെ എനിക്ക് ആ ചരണം ഇരുളിൻ്റെ ഗുഹകളിൽ എന്നുള്ള ആ ഒരു പോർഷനിൽ എന്തോ ഒരു കൺഫ്യൂഷൻ തോന്നി മോനെ. അത് എനിക്ക് മോനത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കറക്റ്റാണോ മോൻ? പഠിച്ചതുപോലെ തന്നെയാണോ പാടിയത്? ഇരുളിൻ്റെ ഗുഹകളിൽ എന്നുള്ള പോർഷൻ പഠിച്ചത് തന്നെയാണ്. നീ ഇവിടെ ഇപ്പോൾ പാടിയത്, ലൈവിൽ പാടിയത് പഠിച്ച സെയിം റൂട്ട് തന്നെയാണോ? ട്യൂൺ ഒറിജിനൽ തന്നെയാണോ? ആണ്. ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, എല്ലാം എനിക്കിഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. ഇർഫാൻ, ഈ പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങാം. ഇരുളിൻ്റെ ഗുഹകളിൽ 2 ടൈംസ് പാടി. ഇരുളിൻ്റെ ഗുഹകളിൽ തിരിനാളം വിളങ്ങുന്നു, ഇരുലോകരഹസ്യത്തിൻ മറ നീങ്ങുന്നു. ലിങ്ക് റിപ്പീറ്റ് ചെയ്യൂ. ഇരുളിൻ്റെ ഗുഹകളിൽ. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ ഒറിജിനൽ പാട്ടിൽ? ആ ഒരു സ്ഥലത്ത് മാത്രമോ, ചരണത്തിൽ മാത്രം അല്ലേ? ഓക്കെ ഓക്കെ, അതാണ് ഇപ്പം ഞങ്ങൾ. പക്ഷെ മോനതിന് ശബനം ചോദിച്ചപ്പോൾ കൃത്യമായി പ്രതികരിക്കുന്നില്ല. അതെന്താ പറയണ്ടേ? നീ ചോദിച്ചാൽ പറയണ്ടേ? നിങ്ങളുടെ പാട്ടിൻ്റെ തെറ്റ് തിരുത്തി തന്ന് ക്ലിയർ ചെയ്ത് നിങ്ങളെ എവിടേക്കോ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അല്ലേ? അങ്ങനെ ചോദിച്ചാൽ പറയണം കേട്ടോ കൃത്യമായിട്ട്. ഞങ്ങൾക്കൊക്കെ കുറച്ച് അനുഭവം കൂടുന്നു, മോൻ ആ അനുഭവത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ കേട്ടോ. കഴിവ് ഞങ്ങളെക്കാളൊക്കെ നിങ്ങൾ ചിലത് പാടുന്നുണ്ട്, ഭയങ്കരമായിട്ടൊക്കെ പാടുന്നുണ്ട്. ഞങ്ങൾക്ക് തിരിച്ച് പാടിത്തരാൻ പോലും കഴിയാത്തതൊക്കെ നിങ്ങൾ പാടുന്നുണ്ട് കേട്ടോ ഇർഫാൻ. അപ്പോൾ അത് ഒറിജിനൽ ദാസേട്ടൻ പാടിയ പാട്ട് അല്ലേ? കുഞ്ഞിമൂസക്കയുടെ ട്യൂണാണത്. മോൻ നന്നായിട്ട് തന്നെ പാടി, മനോഹരമായിട്ട് പാടി കേട്ടോ, വളരെ മനോഹരമായിട്ട് പാടി. ശബനം പറഞ്ഞത് തന്നെ ഞാൻ ഏറ്റു പറയുന്നു. വലിയ തലങ്ങളൊക്കെ തൊട്ട് പാടി കേട്ടോ. മോന് സാധാരണ ഒരു പാട്ടുകാരന് പോലും പാടാൻ പറ്റാത്ത ഒരു കിലുക്കിയ സംഗതിയാണ് പാടുക. കിലുക്കുക എന്ന് പറയില്ല, ഇങ്ങനെ അങ്ങനെയാണ് മോൻ്റെ സംഗതികളൊക്കെ. അത് വലിയ പ്രയാസമാണ് വരാൻ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കേട്ടോ എല്ലാവരുമായിട്ടും വളരെ തുറന്ന് ഇൻട്രാക്ട് ചെയ്യുന്ന നല്ലൊരു കുട്ടിയായി വളരണം. അങ്ങനെ നല്ലൊരു പാട്ടുകാരനാവണം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. സജ്ലത. പാട്ടിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എനിക്ക് ഇർഫാനോടൊരു കാര്യം പറയണം. എപ്പോഴും പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഇർഫാൻ നമ്മൾ എന്ത് കമൻറ്റ് പറയുമ്പോഴും ഇർഫാൻ ഓക്കെ, കിങ് ഓഫ് മോഡുലേഷൻ, പ്രിൻസ് ഓഫ് തിങ്സ്, ഓക്കെ നല്ല രീതിയിലാണ്. അതെന്താണ് ഭയങ്കര സീരിയസ് ആണല്ലോ. എന്താണെങ്കിലും നല്ല കമൻ്റ് ആണെങ്കിലും എന്തെങ്കിലും മൈനസ് പറയുകയാണെങ്കിലും
ഭയങ്കര സീരിയസ് ആണ്. ചിരിച്ചിട്ടിരുന്നോടെ, നിനക്ക് പുറത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല എനിക്ക്. പുറത്തുനിന്ന് നല്ല ചിരിച്ച് നിൽക്കുന്ന കുട്ടിയാണ്. അവിടെ നിൽക്കുമ്പം കമൻ്റ് ഒന്നും പറയുന്നത് ഇഷ്ടമല്ലാത്ത പോലെ. ആ ചിരി നിന്നോട്ടെ എപ്പോഴും. ഇപ്പം ചിരിച്ചില്ലേ? എന്ത് പറയുമ്പോഴും നല്ലതാണെങ്കിലും ഒക്കെ പോസിറ്റീവായിട്ട് ചിരിച്ചിട്ട് നിൽക്കുക കേട്ടോ. അതാദ്യം ശരിയാക്കണം. ഇനി പാട്ടിൽ വരാം. പാട്ട് എക്സലൻ്റ് ആയിരുന്നു. ഫീൽ നോക്കുകയാണെങ്കിൽ അതും എക്സലൻറ്റ്. ദാസേട്ടൻ പാടിയ പാട്ടാണ്. ദാസേട്ടൻ പാടുന്ന എല്ലാ പാട്ടിലും നമുക്ക് പാടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതികളുണ്ടാവും. അതെനിക്ക് തോന്നുന്നത് ദാസേട്ടൻ പാടിയതിനെക്കാട്ടിയും എന്തോ ഇത്തിരി എക്സ്ട്രാ മോൻ ചേർത്തിട്ടാണ് പാടുന്നത്. അത് കേൾക്കാൻ ഭയങ്കര നീറ്റായിരുന്നു മോൻ പാടിയ ഒരു സംഗതി. ശരിക്കും പൊതുവേ അങ്ങനെ മോൻ പാടുന്നതിൽ എന്തെങ്കിലും ഒരു ഫിറോസ് ഖാ പറഞ്ഞ പോലെ തന്നെ ഒരു കിലുക്കിയിട്ട് പാടുന്ന ഒരു സംഗതിയാണ്. അത് ചിലപ്പം നന്നാവും, ചിലപ്പം മിസ്സാവും, അങ്ങനെയാണ് വരാറ്. പക്ഷേ ഇതിൽ ആ ബിസ്മിയിൽ അവിടെ കൊടുത്ത ഒരു സംഗതി കിടുക്കി കളഞ്ഞു. പിന്നെ ചരണത്തിലെ എനിക്ക് ആകെ ഈ ഒരു പാട്ടിൽ തോന്നിയത് ഹൈല് വരുന്ന രഹസ്യത്തിൻ, അത് ചരണത്തിലാണെങ്കിലും അനുപല്ലവി മോനെ അത് കറക്റ്റായിട്ട് പാടി. ചരണവും അനുചരണവും അത് കുറച്ച് പെർഫെക്ഷൻ കുറവുണ്ടായിരുന്നു. ആ 2 സ്ഥലങ്ങളിൽ ചെറിയൊരു സ്ട്രെയിൻ ഫീൽ ചെയ്തു. ബാക്കിയൊക്കെ എക്സലൻ്റ് ആയിരുന്നു. ഇർഫാൻ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ലത. ഇർഫാൻ, അപ്പം പാട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ചിരിക്കട്ടോ നല്ലോണം. മാർക്സ് വേണ്ടേ? ഫിറോസ് ഖാ? ഇർഫാന് 39. 39 on 40. സജ്ലത? 29.5. 29.5 on 30. സജ്ലത? 29. 29 on 30. ഇർഫാന്റെ നിത്യഹരിത ഗാനം റൗണ്ടിൽ 97.5 on 100 ആണ് ടോട്ടൽ മാർക്സ്. നല്ല മാർക്സ് ആണ്. അപ്പം 3 റൗണ്ട്സും സെമി ഫൈനലിലെ ഇർഫാന്റെ 3 റൗണ്ട്സും ഇവിടെ പൂർണ്ണമാവുകയാണ്. കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2വിൻ്റെ ഗ്രാൻഡ് ഫിനാലെയിൽ ഇർഫാൻ ഉണ്ടാവുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം. റിഹാസ് വെഡിങ് സെന്റർ തലശ്ശേരി നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. വേദിയിലെത്തുന്നു ഗസൽ റൗണ്ടിൽ ജ്യോത്സ്ന. ജ്യോത്സ്ന, എന്തോ? ഹൗ ആർ യു? ഫൈൻ. കംഫർട്ടബിൾ ആയോ ഇപ്പോൾ? മലയാളത്തിൽ ചോദിച്ചാലാണ് പ്രശ്നം അല്ലേ? ഓക്കെ, സെമി ഫൈനൽസിൽ 3rd പെർഫോമൻസ് ആണ്. സെമി ഫൈനൽസിലെ ജ്യോത്സ്നക്കുട്ടിൻ്റെ ലാസ്റ്റ് പെർഫോമൻസ് ആണ് ഗസൽ റൗണ്ടിൽ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ? കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചെറുപ്പത്തിൽ നമ്മളെ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞത്
ചെറുപ്പത്തിൽ നമ്മളെ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞത് മറന്ന് പോയോ? ചെറുപ്പത്തിൽ നമ്മളെ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞത് മറന്ന് പോയോ? ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും കരിച്ചട്ടി ചിരട്ടയിൽ മുരിഞ്ഞ പൂ പറിച്ചിട്ട് കരിച്ചട്ടി ചിരട്ടയിൽ മുരിഞ്ഞ പൂ പറിച്ചിട്ട് കറി വെച്ച് കളിച്ചതും മറന്ന് പോയോ? കറി വെച്ച് കളിച്ചതും മറന്ന് പോയോ? ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും പാ പാ ഗമ പമ ഗരി സനി സാനി നി ദ ഗ ഗ ഗ ഗ ഗ നി സനി സ ഗരി സനി സരി സ സനി ద పద మా ద గ మ ప ని పని సరి గరి సని సరి గ మ ప సని ద ప మ ప മൈലാഞ്ചി അരച്ചിന്റെ വിരൽ പത്തും ചുവപ്പിച്ച് മൈലാഞ്ചി അരച്ചിന്റെ വിരൽ പത്തും ചുവപ്പിച്ച് മണവാട്ടി വരുന്നിന്ന് പറഞ്ഞോ നല്ലേ? മണവാട്ടി വരുന്നിന്ന് പറഞ്ഞോ നല്ലേ? ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും നീ ഞാൻ തിന കണ്ട് പൂമുല്ല പന്തലിട്ട് നീ ഞാൻ തിന കണ്ട് പൂമുല്ല പന്തലിട്ട് പുഞ്ചിരിക്കും പൂമുഖത്ത് ഉമ്മ തന്നില്ലേ? പുഞ്ചിരിക്കും പൂമുഖത്ത് ഉമ്മ തന്നില്ലേ? ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും പാമപദവ മകരി മകരി സ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞത് മറന്ന് പോയോ? ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ
ജ്യോത്സ്ന, എന്താ? പ്രണയം തുളുമ്പുന്നൊരു ഗസൽ. നല്ല സുഖമുണ്ടായിരുന്നു. ജ്യോത്സ്നയുടെ പാട്ടിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകി നടക്കും പോലെ തോന്നി. താങ്ക് യു. കമൻസ് ചോദിക്കാം. സജ്ലത. ജ്യോത്സ്ന എന്താ? നന്നായി പാടി. താങ്ക് യു. ഒരു നമ്മൾ വലിയ 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 ഗസൽ സിംഗേഴ്സിനൊക്കെ അവരുടെയൊക്കെ വീഡിയോസ് നോക്കിയാൽ കാണാം, അവർ പാടുന്ന ഒരു സ്റ്റൈലൊക്കെ ഭയങ്കര എന്താ പറയുക, കുറേ ആക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അവർ അതിലേക്ക് ലയിച്ചിട്ട് അവരെന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരു, നമ്മൾ അതിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുമ്പം പറയുന്ന മനസ്സിലാവുന്നുണ്ടോ, അതുപോലെയായിരുന്നു മോൾ ആ പാട്ടിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് മോളുടെ ആ ഒരു ആക്ഷനും ഒരു വലിയൊരു ഗസൽ സിംഗർ എങ്ങനെയാണോ അവിടെ നിന്ന് പാടുക അതുപോലെ ഉണ്ട് കാണാനും കേൾക്കാനും. മോള് നന്നായി തന്നെ പാടി. പിന്നെ മോള് ഫസ്റ്റത്തെ ആലാപ് തുടങ്ങിയപ്പോൾ ഒരു ശ്രുതി ചേരായ്മ ഉണ്ടായിരുന്നു, മോൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ പല്ലവിയൊക്കെ നല്ല ഭംഗിയായിട്ട് പാടി. അനുപല്ലവിയിലൊക്കെ മോളുടെ ആ ഒരു പാട്ട് ശ്രദ്ധിച്ച അറിയാം എന്തൊരു വോയിസ് കൺട്രോളാണ്, ഭയങ്കര ഒരു കൺട്രോൾ ചെയ്തിട്ടാണ് മൊത്തത്തിൽ മോള്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോള് ഭയങ്കര സേഫായിട്ട് ഓരോ നോട്ടും മോളുടെ ആ ഒരു കയ്യിൽ തന്നെ ഉണ്ട്, ഓരോ നോട്ടും ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് വരിക. അത് മോളങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കും. കൈ ഇല്ലാണ്ട് പാടാൻ പറ്റുമോ? വേണ്ട, ഞാൻ പാടിപ്പിക്കുന്നൊന്നുമില്ല, ഞാൻ പറയാണ് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ടാവും. മോള് പാടുന്നതും കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ്. മോള് ഇങ്ങനെ ടച്ച് ചെയ്ത് പാടുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കറക്റ്റാണ് മോള്, ആ നോട്ട് പ്ലേസ്മെൻ്റ് ഒക്കെ കറക്റ്റാണ് പാടുന്നത്. താങ്ക് യു. പിന്നെ ചരണത്തിലാണെങ്കിലും നല്ല ഹൈയിലാണ് പാടേണ്ടത് അല്ലേ, അതൊക്കെ കറക്റ്റ് മോള് എത്തിക്കുന്നുണ്ട്, മോൾക്ക് അതിന് സാധിക്കുന്നുണ്ട്. പിച്ചിൻ്റെ ഒരു പ്രോബ്ലം, കറക്റ്റ് പിച്ചിങ് ആയിരുന്നു. പിന്നെ സ്വരങ്ങളൊക്കെ മോള് പാട്ട് പഠിക്കുന്നതുകൊണ്ടാവാം അതിൻ്റെ ഒരു പെർഫെക്ഷൻ സ്വരങ്ങളൊക്കെ പാടുമുണ്ടായിരുന്നു. കൂളായിട്ട് പാടുന്നുണ്ട് മോൾക്ക് അതിൻ്റെ ഒരു അറിവുള്ളത് കൊണ്ട് തന്നെ മോൾക്കത് കൂളായിട്ട് പാടാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അനുചരണത്തിലെ ഫസ്റ്റ് 2 ലൈൻ കുറച്ചുകൂടെ ഒന്ന് നന്നാക്കണം. ചെറിയ പോയിന്റ്സ് മാത്രമേ കറക്റ്റ് ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ആ ഒരു ഗസലിൽ എന്തൊക്കെയാണോ വേണ്ടത്, ഫസ്റ്റ് താലാപ് സ്വരങ്ങൾ, ലാസ്റ്റ് പാടി എൻഡ് ചെയ്തതും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ജ്യോത്സ്ന, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ലത. ശബ്ലത. ജ്യോത്സ്ന, എന്താ? പാട്ട് നല്ല രസമുണ്ട് കേട്ടോ, കേൾക്കുവാനായി നല്ല രസമുണ്ട്. മോളോട് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അസാധ്യമായിട്ട് പാടി. താങ്ക് യു. ജ്യോത്സ്ന കുട്ടി, ശരിക്കും മോൾ ഈ പാടിയ സത്യമാണ്. അതായത് മോൾ അവിടെ ഇരുന്ന് പാടുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചിലർ പാടിയാലേ നമുക്ക് ആ ഒരു വിഷ്വലിലോട്ട് പോകാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ മോൾ പാടുന്ന സമയത്ത് ഞാൻ ആ വിഷ്വലിലായിരുന്നു. പ്രത്യേകിച്ച് ആ ബാക്കിൽ ഗ്രാഫിക്സും കൂടെ കണ്ടപ്പോഴത്തേക്ക് ആ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടുപേരിങ്ങനെ മണ്ണ് വാരി കളിക്കുന്നതായിട്ടും ആ ഒരു വിഷ്വലിലോട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ശരിക്കും വലിയ സിംഗേഴ്സൊക്കെ പാടുമ്പോഴാണ് നമ്മൾ അവരിൽ നിന്നും നമ്മൾ കോൺസെൻട്രേഷൻ വിട്ടിട്ട് നമ്മൾ ആ വിഷ്വലിലോട്ട് പോകുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോളെ. പിന്നെ ഫസ്റ്റ് ഹമ്മിങ്ങിൽ മോള് എന്തോ ഒരു കൺഫ്യൂഷൻ, ആ ബേസിൽ നിന്ന് ടോപ്പിലോട്ട് പോകുന്ന ഏതോ ഒരു ഹമ്മിങ് ജസ്റ്റ് ഒരു പ്രാവശ്യം പാടിയിട്ട് എന്തോ വിട്ടില്ലേ ഇല്ലേ? അത് എന്തോന്ന് മനസ്സിലായില്ല. അതിനകത്തുള്ളതാണോ അങ്ങനെ അല്ലായിരുന്നല്ലോ എന്തായാലും. ഓക്കെ, അതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു റിപ്പീറ്റ് പല്ലവിയിൽ തന്നെ അന്ന് നമ്മൾ പറഞ്ഞത് എന്ന് വരുന്ന ഭാഗത്ത് കുറച്ചൊന്ന് ക്ലിയർ ആവാനുണ്ടായിരുന്നു. പിന്നെ സ്വരം പാടിയത് കറക്റ്റായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്വരസ്ഥാനങ്ങളായിരുന്നു. പാടിയത് കറക്റ്റായിരുന്നു, പക്ഷേ അതിൽ ആരോഹണം വരുന്ന ഒരു ഗാന്ധാരം മാത്രം വേറൊരു കുറച്ചൊന്ന് മാറിപ്പോയി. പക്ഷെ അത് നമുക്ക് അങ്ങനെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ, അല്ലാണ്ട് പാടി പോകുമ്പോൾ ഓക്കെയാണ്. വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല മോളെ, അസലായിട്ട് പാടി മോള്, നല്ല ഒരു ഫീല് തന്നു. താങ്ക് യു. താങ്ക് യു ശബ്നത. ജ്യോത്സ്ന ഒരു കുളിർകാറ്റ് പോലെ പാടി മോളെ, ഒരു കാറ്റിങ്ങനെ തഴുകി പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. താങ്ക് യു കേട്ടോ, നല്ല സുഖമുണ്ടായിരുന്നു മോൾ പാടിയത്. മോളതിൽ ഉൾക്കൊണ്ട് പാടി. തുടക്കത്തിലൊരു ശബനം ചോദിച്ചൊരു അത് വേറെന്തോആണ് പാടേണ്ടത് അല്ലേ, അപ്പോൾ അത് വേറൊരു നോട്ട് പാടിയപ്പോൾ അത് വിട്ടിട്ട് സോറി ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് പാടുന്ന പോലെ അങ്ങനെയാണോ പാടിയത്? പക്ഷെ അത് അത്ര അറിഞ്ഞില്ല, ചെറുതായിട്ട് അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അങ്ങനെ പാടിക്കൂടാ സെമി ഫൈനലിലൊന്നും. പിന്നെ ചെറിയ മിസ്റ്റേക്ക്. ബാക്കി പാട്ടിലേക്ക് അങ്ങോട്ട് കടന്നപ്പോൾ മോള് ഇത് കൊച്ചിൻ മെഹബൂബായി പണ്ട് പാടി വെച്ച് പിന്നെ ഇപ്പോൾ നമ്മൾ
ഉമ്പായിക്കയിലൂടെ ഒരുപാട് കേൾക്കുന്ന, അദ്ദേഹം എല്ലാ വേദികളിലും സ്ഥിരമായിട്ട് പാടുന്ന, അദ്ദേഹത്തിന് റിക്വസ്റ്റ് വരുന്ന പാട്ടാണ്. അദ്ദേഹം മനോഹരമായിട്ട് ആലപിക്കുന്നൊരു പാട്ട്. മോള് അതൊരു ഫീമെയിൽ വോയിസിൽ പാടിയപ്പോൾ ശരിക്കും എനിക്കൊരു ബ്രീസ്, ഒരു മന്ദമാരുതൻ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. അതിങ്ങനെ തഴുകിപ്പോയത്. മോളതിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായി പാടി കേട്ടോ. പിന്നെ ഉൾക്കൊണ്ട് പാടിയ, എനിക്ക് മോളുടെ സിംഗിങ്ങിൽ ഏറ്റവും ഇഷ്ടം ഇതാണ്, മറന്ന് പോയോ എന്നൊക്കെ ഇങ്ങനെ കറക്റ്റ് ടൂൺ ടൂൺ ടീം ടൂൺ ടൂന്ന് കാണിക്കും. കറക്റ്റ് സ്ഥാനങ്ങൾ കാണിച്ചിട്ട് അതിങ്ങനെ കാണിച്ചു തരും. ഭംഗിയായി പാടി കേട്ടോ. തുടക്കം നന്നായി പാടി. ഇങ്ങനെയാണ് ഗസലിൻ്റെ ഒരു അടിസ്ഥാന രചന എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പ്രണയമാണ് മോളെ കേട്ടോ. റൊമാൻസാണ് ഗസൽ എന്നൊരു ശാഖ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഉമ്പായിക്ക് പാടിയ ഹിറ്റാക്കിയ ഒരു പാട്ട് മോള് ഇത്ര മനോഹരമായിട്ട് എടുത്ത് പാടി. ഉമ്പായിക്ക് ഈ ദിവസം ഒന്ന് വിളിച്ച് പറയണം, ഒരു കുഞ്ഞു മോള് പാടുന്നുണ്ട്, ഒരു മഞ്ഞക്കിളി പാടുന്നുണ്ട്, ഒന്ന് കേൾക്കണം കേട്ടോ എന്ന് ഞാൻ പറയും കേട്ടോ. സ്വരങ്ങളൊക്കെ നമ്മൾ ഗസലിന് വേണ്ടി ചേർത്താന്നും ഞാൻ അദ്ദേഹത്തോട് പറയാം കേട്ടോ മോളെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ജ്യോത്സ്ന, നല്ല കമൻസ് ആണ്. ചോദിക്കാം. സജ്ലത. ജ്യോത്സ്നക്ക് 29. 29 on 30. ശബ്ലത. 29. 29 again on 30. ഫിറോസ്ക. 39. 39 on 40. ജ്യോത്സ്ന കുട്ടി ഗസൽ റൗണ്ടിൽ 97 on 100 ആണ് ടോട്ടൽ മാർക്സ്. നല്ല സ്കോഴ്സ് ആണ്. അപ്പം സെമി ഫൈനലിൽ 3 പെർഫോമൻസും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താ സെമി ഫൈനൽ കഴിഞ്ഞാൽ ഫൈനൽ ഗ്രാൻഡ് ഫിനാലെ, കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2വിൻ്റെ ഗ്രാൻഡ് ഫിനാലെയിൽ ജ്യോത്സ്ന ഉണ്ടാകുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിൻസ് പട്ടുപാവാട എറണാകുളം നൽകുന്ന സമ്മാനം. ഓൾ ദി ബെസ്റ്റ്. ഖവാലിയുടെ സംഗീത സദസ്സിൽ വിസ്മയം തീർക്കാൻ കുഞ്ഞു സിനാൻ റെഡിയാണ്. സിനാൻ, എങ്ങനെയുണ്ടായിരുന്നു ഖവാലിൻ്റെ പ്രാക്ടീസൊക്കെ? എങ്ങനെയുണ്ട് ഇങ്ങനെ ഇരുന്ന് പാടുമ്പോൾ? വ്യത്യസ്തമായൊരു അനുഭവം അല്ലേ? അപ്പോൾ ഈ കാക്കമാരും നമ്മുടെ കുട്ടി താരങ്ങളൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്തില്ലേ? അപ്പോൾ നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. റസൂലേ നൂറേ സലാം, മുത്ത് ഹബീബേ ദൂതരേ സലാം. മുത്ത് റസൂലേ നൂറേ സലാം, മുത്ത് ഹബീബേ ദൂതരേ സലാം. സ്നേഹദൂതരേ താജരേ സലാം, ത്വാഹ റസൂലേ രാജരേ സലാം. ഈ ലോകമാകെ വാഴ്ത്തിടുന്ന തിങ്കളേ സലാം. മുത്ത് റസൂലേ നൂറേ സലാം, മുത്ത് ഹബീബേ
അഷ്റഫുൽ ബശറോരെ ഖാതിമുൻ നബിയോരെ അഷ്റഫുൽ ബശറോരെ ഖാതിമുൻ നബിയോരെ മഹ്ശറ നാളിലെ ശഫാഅത്തിനുടയോരെ മഹ്ശറ നാളിലെ ശഫാഅത്തിനുടയോരെ അജ്ഞത മുറ്റിയ അറബിയതൻ മണ്ണിൽ അജ്ഞത മുറ്റിയ അറബിയതൻ മണ്ണിൽ അനുഗ്രഹതാരമായി ഉദിച്ചുയർന്നോരേ അനുഗ്രഹതാരമായി ഉദിച്ചുയർന്നോരേ അന്ത്യദൂതരേ അന്ത്യദൂതരേ അംബിയ താജരേ അന്ത്യദൂതരേ അംബിയ താജരേ ഇരുലോക വിജയപാത തന്ന തിങ്കളെ സലാം മുത്ത് റസൂലേ നൂറേ സലാം മുത്ത് ഹബീബേ ദൂതരേ സലാം സാ സാ സരിസ സരിസണി ദപ മാപദ പാ നീ നീ പദനി സരിസണി സരിസണി സാ സരിസണി സാ സാ ആ മുത്ത് റസൂലേ നൂറേ സലാം മുത്ത് ഹബീബേ ദൂതരേ സലാം മുത്ത് റസൂലേ നൂറേ സലാം മുത്ത് ഹബീബേ ദൂതരേ സലാം സ്നേഹദൂതരേ താജരേ സലാം ത്വാഹ റസൂലേ താജരേ സലാം ഈ ലോകമാകെ വാഴ്ത്തിടുന്ന തിങ്കളെ സലാം മുത്ത് റസൂലേ നൂറേ സലാം മുത്ത് ഹബീബേ ദൂതരേ സലാം യാ റസൂലേ സലാം മുത്ത് ഹബീബേ യാ ഹബീബേ റസൂലേ സലാം മുത്ത് ഹബീബേ ദൂതരേ സലാം മുത്ത് റസൂലേ നൂറേ സലാം മുത്ത് ഹബീബേ സലാം മുത്ത് റസൂലേ നൂറേ സലാം മുത്ത് ഹബീബേ ദൂതരേ 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 സലാം ക്യാ ബാത് ഹൈ സിനാൻ ഭായ്, എന്തായിരുന്നു? പിന്നെ എനിക്ക് കാര്യം പറയാനുണ്ട്. ഞാൻ ഈ കുട്ടിപ്പട്ടർമാല വന്നിട്ട് സെമി ഫൈനൽ വരെ എത്തണം എന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. ഈ കവാലി പാടുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. പണ്ടേ ആഗ്രഹമുണ്ട്. അപ്പൊ സിനാൻ ഖവാലി പാടി തകർത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കാം, ഫിറോസ് കാ, സിനാൻ, ഓർക്കസ്ട്രയിൽ തുടങ്ങട്ടെ ഞാൻ. ഇതാരാണ് ഈ ഖാൻ? തബല വായിച്ച ഖാൻ. എന്തായിരുന്നു വായന? തബല പഠിക്കണമെന്ന മോഹമായി ആ ഒരു അർദ്ധരാത്രി എത്തിപ്പെട്ടത് ഒരു സിംഹത്തിന്റെ വാലിന്റെ അടുത്തായിരുന്നു. സിംഹത്തിന്റെ വാലിന്റെ അടുത്തോ? പേരെന്തായിരുന്നു? ആ മടയിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. അലംബില്യ ഖാനാണോ ഉസ്താദ്? അലംബില്യ ഖാൻ അല്ല, ഉസ്താദ് ആരായിരുന്നു? ഉസ്താദ് ഉസ്മാനിക്ക. ശരിക്കുള്ള ഉസ്താദാണ്. ഫിറോസ് ഖാൻ എടുക്കുന്നത് പഠിക്കണം എന്ന് വെച്ചിട്ടാ പോയിന് അമ്മോഹം. പക്ഷെ എത്തിപ്പെട്ടത് ഉസ്മാനിക്കാൻ്റെ അടുത്താണ്. ഭയങ്കരമായിരുന്നു കേട്ടോ. ഗംഭീരമായി ചെയ്തു അത് ആ സപ്പോർട്ട്, സിനാന് കൊടുത്ത സപ്പോർട്ട്. പിന്നെ ഡോലക്, നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് ഉസ്താദ് അടിച്ചു തകർന്നു. ഡോലക്കിലൊക്കെ ഇങ്ങനെ പെരുക്കുകയായിരുന്നു വെച്ചിട്ട്. പിന്നെ ഇവിടെ ഇതാ ഉസ്താദ് അല്ല, പഠിച്ചത് ആരായിരുന്നായിരുന്നു? സിദ്ദീഖ് ബാദുഷാ ഖാൻ. എത്ര കൊല്ലായി? ഒരു 5-8 വർഷം പഠിച്ചത്. 5-8 വർഷമായിട്ട് പഠിക്കുന്ന. കുറെ സിനിമകൾക്ക് വേണ്ടിയൊക്കെ നോർത്ത് ഇന്ത്യയിൽ വായിച്ചു. നോർത്ത് ഇന്ത്യയിൽ, കേരളത്തിലില്ല. കേരളത്തിൽ നിങ്ങൾക്ക് വായിക്കാനുള്ള പാട്ടുകളില്ലേ? പാട്ടുകളില്ല. അതാണ് പ്രശ്നം. പിന്നെ അതാ
നമ്മുടെ പ്രിയപ്പെട്ട ഷമീർ, വളരെ റെയറായ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഷമീർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനാൻ മനോഹരമായിട്ട് പാടി കേട്ടോ. കഴിഞ്ഞ പാട്ടുകളിലൊക്കെ ചെറിയ ചെറിയ കുറവുകളൊക്കെ അല്ലേ നമുക്ക് പല 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 ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടു. അതൊക്കെ സെമി ഫൈനൽ ആയതുകൊണ്ടും ആ തെരഞ്ഞെടുപ്പിൽ പറ്റിയ ഇത് മോൻ ഇത് ശരിക്ക് ഖവാലി എന്ന് പറയുന്നത് ഇങ്ങനെ ഇപ്പോൾ റസൂലിനെ കുറിച്ച് പാടുകയാണെങ്കിൽ സൂഫി ആശയം വെച്ച് പാടി ദൈവത്തോടടുക്കുക. നമ്മൾ ആരെയാണോ ആരെ സ്തുതിച്ചുകൊണ്ടാണോ പാടുന്നത് അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരിക്കും. എന്നാലും ഞാൻ ഈ പാട്ടിൽ നിന്നുകൊണ്ട് പറയുന്നു, പാടി ആ പുകഴ്ത്തപ്പെടുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവത്തോട് എന്നാണ് പറയുന്നത്, അള്ളാഹുവിനോട്. അതാണ് സൂഫി സംഗീതം. അതുകൊണ്ടാണ് സൂഫിയിൽ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് താളങ്ങൾ വേഗത കൂടി പിന്നെ അത് ഒരു എക്സെൻട്രിസത്തിലേക്ക് പോകും പാടിക്കൊണ്ട്, വേറൊരവസ്ഥയിലേക്ക് പോകും. അത് പാടിക്കൊണ്ട് പാടി സ്പീഡ് വേഗത കൂടി പിന്നെ അത് അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ വിളിച്ച് ദൈവത്തോട് അടുക്കാം. സംഗീതത്തിന് അതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാനും അത് തന്നെ വിശ്വസിക്കുന്നത്. സംഗീതത്തിൽ വിളിച്ചാൽ വിളി കേൾക്കും. കൃഷ്ണനെ വിളിച്ചാലും യേശുവിനെ വിളിച്ചാലും അള്ളാഹുവിനെ വിളിച്ചാലും കേൾക്കും. അത് ഈണത്തിൽ വിളിക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് മോനെ കേട്ടോ. അപ്പോൾ മോൻ മനോഹരമായിട്ട് പാടി, മനോഹരമായിട്ട് തന്നെ പാടി. കോറസ് ടീം നന്നായി സപ്പോർട്ട് ചെയ്തു, കുട്ടികളെല്ലാവരും കേട്ടോ. റിഫയുടെ ശബ്ദം ഒരു സ്ഥലത്ത് ഇങ്ങനെ വേറെ കേട്ടിരുന്നു, ഞങ്ങളുടെ കൊച്ചു ജാനകി അമ്മയുടെ വേറിട്ട് കേട്ടു. ശ്രീലക്ഷ്മി നന്നായി പാടി സപ്പോർട്ട് ചെയ്തു. എല്ലാവരും ചേർന്ന് നന്നായി പാടി. ഞാനൊന്നും എഴുതി വെച്ചിട്ടില്ല സിനാൻ, പ്രത്യേകിച്ചൊന്നും എഴുതി വെച്ചിട്ടില്ല. സാധാരണ പാട്ടിൻ്റെ റൂട്ടാണ്. ഖവാലികൾ ഏറ്റവും കൂടുതൽ ഈ രാഗത്തിലുമാണ്, കോമൺ രാഗമാണ്. ഈ രാഗത്തിൽ തന്നെയാണ് ഖവാലികൾ നാഗൂറും അജ്മീറൊക്കെ കൂടുതലായിട്ട് കേൾക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ മോൻ പാടിയപ്പോൾ ആ സുഖം കിട്ടിയത് കേട്ടോ. സിനാൻ ആസ്വദിച്ച് പാടി. ഖവാലി അങ്ങനെയാണ് പാടുക. മോൻ പറഞ്ഞല്ലോ മോൻ്റെ ഒരു മോഹമായിരുന്നു ഒരു ഖവാലി പാടുക എന്നുള്ളത് അല്ലേ. ഇങ്ങനെ ഇരുന്ന് ആദ്യമായിട്ടാണോ പാടുന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് വീട്ടിൽ നിന്ന് ചെയ്തെടുത്തു അല്ലേ, ഇങ്ങനെ ഇരുന്ന് പാടാനുള്ളൊരു പ്രാക്ടീസ്. നല്ല കാര്യം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. സസ്ലിക ഒരു രക്ഷയില്ല കേട്ടോ. സിനാൻ മോൻ്റെ വോയിസ് ഉണ്ടല്ലോ, ഈ ഖവാലി സോങ്സ് ഒക്കെ പാടാൻ പറ്റിയ വോയിസാണ് കേട്ടോ. നല്ല അടിച്ചടിച്ച് പാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ടിൽ ഒരു 50% ആ ഒരു പവറിൽ അങ്ങനെ നിന്നു. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് മിസ്സിങ് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. എനിക്ക് ഫസ്റ്റ് പല്ലവിയിലൊക്കെ കോറസ് കുറച്ച് ക്ലാഷ് ഉണ്ടായിരുന്നു കേട്ടോ. കോറസ് ടീം അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൽ കോറസും ഫീമെയിൽ കോറസും കുറച്ച് ക്ലാഷസ് ഉണ്ടായിരുന്നു. പിന്നെ അനുപല്ലവിയിലെ മഹേശ്വര രാവിലെ അത് കുറച്ചും കൂടി ക്ലിയർ ആവണം സിനാൻ. പിന്നെ മോന് ഈ സ്വരങ്ങളൊക്കെ പാടുന്നുണ്ടല്ലോ, അതൊക്കെ മോന് പാടിയെടുക്കാൻ പറ്റുന്നതിലും അപ്പുറമാണോ എന്നൊന്ന് തോന്നിപ്പോന്നു. കാരണം ഇങ്ങനെ സ്പീഡിലങ്ങ് പാടിപ്പോകുന്നു. മോൻക്ക് പാടാൻ പറ്റുന്നതിലും കൂടുതൽ ഇതാണ് മോൻ എപ്പോഴും എടുക്കുന്നത്. ഭയങ്കര സ്ട്രെയിൻ കൂടുതൽ എടുക്കുന്നു. അതിനോട് എനിക്ക് അഭിപ്രായമില്ല സിനാൻ കുറച്ചൊന്ന് കെയർ ചെയ്യാം. പാടാൻ പറ്റുന്ന രീതിയിലുള്ള സ്വരങ്ങളും ഒക്കെ ട്രൈ ചെയ്യുക. ഇത് കുറച്ച് കൂടുതലാണോ എന്നൊരു തോന്നലുണ്ട് എനിക്ക്. പിന്നെ ഇതൊക്കെ തന്നെ ടോട്ടലി നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ആ ഖവാലിക്ക് വേണ്ടുന്ന ഒരു പഞ്ചുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. എന്തായാലും ഓൾ ദ ബെസ്റ്റിന്. താങ്ക് യു സുസ്ലിത. ഷബ്നത. സിനാൻ ഗംഭീരമായിട്ട് പാടിയല്ലോ. ആഗ്രഹം പോലെ തന്നെ സാധിച്ചു കേട്ടോ. നന്നായിട്ട് തന്നെ പാടി. മോൻ്റെ ടോട്ടലി നോക്കുകയാണെങ്കിൽ നന്നായിരുന്നു. എനിക്ക് ആദ്യം ഞാൻ എഴുതി വെച്ച കാര്യം മോൻ്റെ പ്രൊനൗൺസിയേഷനിലുള്ള ഒരു മിസ്റ്റേക്കാണ്, സലാം കേട്ടോ. മോനത് സലാം എന്നാണ് പറഞ്ഞത്, സലാം എന്ന് പറയണം കേട്ടോ. അത് ശ്രദ്ധിക്കണം. പിന്നെ ടോട്ടലി സോങ്ങിൽ നോക്കുകയാണെങ്കിൽ മോൻ അനുപല്ലവിയിൽ ഫസ്റ്റ് ആലാപുണ്ടല്ലോ, അത് സൂപ്പർബായിരുന്നു. ഞാനത് എഴുതി വെച്ചു. നന്നായിരുന്നു ആ ആലാപ്. പിന്നെ തിങ്സ് പാടുന്ന സമയത്ത് മോൻ ഒരുപാട് സ്ട്രെയിൻഡായിട്ട് പാടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് മാത്രമല്ല മോൻ്റെ ത്രോട്ടിൽ അത് നല്ല സ്ട്രെയിൻഡാണ്. പറ്റാത്ത ഒരു കാര്യം ഇങ്ങനെ പിടിക്കാൻ വേണ്ടി സിനാൻ ശ്രമിക്കുന്നു. പക്ഷേ അങ്ങനെ ശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ കുറച്ചും കൂടെ നമ്മൾ കോമ്പറ്റീഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനത്തെ സോങ്സ് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ കോമ്പറ്റീഷൻ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ലോ റേഞ്ചിലുള്ള സോങ് എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ ചരണത്തിൽ വന്നിട്ട് സ്വരം പാടിയ സമയത്ത് നിഷാദം ദൈവതം അത് തമ്മിലൊരു കൺഫ്യൂഷൻ വന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നമുക്ക് സിനാൻ്റെ ആഗ്രഹം പോലെ തന്നെ അസാധ്യമായിട്ട് പാടി എന്ന് പറയാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. സിനാൻ അപ്പം ആദ്യമായി ഖവാലി പാടി, നല്ല കമൻസ് ആണ്.
We'll go for marks. Sajlata. സിനാന് 28. 28 on 30. Firoz-Kha. 38.5. 38.5 on 40. Shabnata. 28.5. 28.5 on 30. സിനാൻ. അപ്പം ഖവാലി റൗണ്ടിൽ 95 on 100 ആണ് ടോട്ടൽ മാർക്സ്. നല്ല സ്കോഴ്സ് ആണ്. സമ്മാനം വേണ്ടേ? ചേലാസ് വെഡിങ് സെൻറ്റർ മഞ്ചേരി നൽകുന്ന സമ്മാനം. അപ്പം സെമി ഫൈനൽസിൽ 3 പെർഫോമൻസും കഴിഞ്ഞു സിനാൻ്റെ. അപ്പം ഇനി സിനാൻ ഇപ്പം സെമി ഫൈനലിൽ പാടണമെന്നായിരുന്നു ആഗ്രഹം തോന്നുന്നു. അടുത്ത ആഗ്രഹം എന്താ? ഗ്രാൻഡ് ഫിനാലെ. കുട്ടിപ്പട്ടുമാൽ സീസൺ 2 ഗ്രാൻഡ് ഫിനാലയിൽ സിനാൻ ഉണ്ടാവുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം. ഓൾ ദി ബെസ്റ്റ്. സെമി ഫിനാലെ വേദിയിൽ അത്ഭുതങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി സെമി ഫൈനലിന്റെ ആവേശം തുളുമുന്ന മത്സരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഫ്രം ബേബി വിറ്റ കുട്ടിപ്പട്ടുമാൽ സീസൺ 2 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബേബി വിറ്റ.